ഇന്റർനെറ്റ് പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ വിദേശ ശക്തികളുടെ ഏജന്റുമാരായി ചിത്രീകരിച്ച് വധശിക്ഷാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. പൊതുമുതലുകൾ നശിപ്പിക്കുന്ന കലാപകാരികൾക്ക് മരണശിക്ഷ നൽകുമെന്ന് ടെഹ്റാൻ പ്രോസിക്യൂട്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ 2 ആഴ്ചയായി തുടരുന്ന ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഭരണകൂടം തുടരുകയാണ്. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരെ ഇറാൻ നിയമപ്രകാരം ദൈവത്തിന്റെ ശത്രുക്കളായി കണക്കാക്കുമെന്നാണ് പ്രഖ്യാപനം. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന മനോഭാവത്തോടെയാണ് ആളുകൾ ഇറാനിലെ തെരുവുകളിൽ തടിച്ചുകൂടുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തീവ്രവും വ്യാപകവുമാണ് ഈ പ്രതിഷേധങ്ങൾ. തെല്ലും ഭയമില്ലാതെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നു. ഇറാൻ നിയമപ്രകാരം വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ബഹുജന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവർ ചെയ്യുന്നതെന്നാണ് മുന്നറിയിപ്പ്. കലാപകാരികളെ സഹായിച്ചവർക്കും മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ലഭിക്കില്ല എന്ന് അറ്റോർണി ജനറൽ മുഹമ്മദ് മൊവാഹിദി ആസാദ് അറിയിക്കുന്നുണ്ട്. പൊതുസ്വത്തുക്കൾ നശിപ്പിക്കുന്നവർക്ക് യാതൊരു ദയയും അനുകമ്പയും അർഹിക്കുന്നില്ല എന്നും ആസാദ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. പ്രതിഷേധക്കാരെ വിദേശ ശക്തികളുടെ ഏജന്റുമാരെന്നാണ് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയി വിളിച്ചത്. അസഹനീയമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും അറിയിക്കുന്നു. ദേശീയ താൽപര്യങ്ങളും പൊതുസ്വത്തുക്കളും സംരക്ഷിക്കുമെന്ന് ഇറാൻ ആർമി പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു. 2 ആഴ്ചയോളമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അധികൃതർ കൂടുതൽ കർശന നിലപാട് സ്വീകരിക്കാനുള്ള സൂചനയായാണ് ഈ പ്രസ്താവനകൾ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിഷേധക്കാരുടെ പരാതികൾ ന്യായമാണെന്ന് അംഗീകരിച്ചിരുന്നു. സംയമനം പാലിക്കണമെന്ന് സുരക്ഷാ സേനകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയാണ്. ടെഹ്റാൻ, ഇസ്ഫഹാൻ, മഷ്ഹദ്, സഞ്ജാൻ, ഗജ്സാരാൻ, ഹമദാൻ, ബന്ദർ അബ്ബാസ്, ഗിലാൻ, കെർമൻഷാ തുടങ്ങിയ ഡസൻ കണക്കിന് നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. ഇസ്ഫഹാനിൽ പൊതുസ്വത്തുക്കൾക്ക് തീയിട്ടും ഗ്യാസുലിൻ ബോംബുകൾ എറിഞ്ഞുമാണ് പ്രതിഷേധം. ടെലിഫോൺ ലൈനുകൾ കട്ട് ചെയ്തും ഇന്റർനെറ്റ് നിരോധിച്ചും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് സർക്കാർ. വിദേശത്തു നിന്നുള്ള ഫോൺ കോളുകളും തടഞ്ഞിരിക്കുകയാണ്. ഏതാനും വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. പ്രതിഷേധങ്ങൾ തുടങ്ങിയത് മുതൽ മരണസംഖ്യ 62ആയി ഉയർന്നതായാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 2270 പേർ അറസ്റ്റിലായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ നിയമത്തിലെ ആർട്ടിക്കിൾ 186 പ്രകാരം ഒരു ഗ്രൂപ്പോ സംഘടനയോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സായുധ പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമാവുകയാണെങ്കിൽ അവരെ മൊഹാറേബ് അഥവാ ദൈവത്തിന്റെ ശത്രുക്കളായി കണക്കാക്കാം. വ്യക്തിപരമായി പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നവരും ഇതിൽ ഉൾപ്പെടും. ഇറാനിയൻ നിയമത്തിലെ ആർട്ടിക്കിൾ 190 അനുസരിച്ച് വധശിക്ഷ, വലത് കൈയും ഇടത് കാലും വെട്ടിമാറ്റൽ, നാടുകടത്തൽ തുടങ്ങിയ ശിക്ഷകളാണ് പ്രതിഷേധക്കാരെ കാത്തിരിക്കുന്നത്. അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാനും വിചാരണ നടപടികൾ വേഗത്തിലാക്കാനും പ്രോസിക്യൂട്ടർമാർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഭരണകൂടം. പ്രതിഷേധക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഖാംനെയി.